നൽകുന്ന ജീവനാഥ ദേവദേവ ഭാഗി മമ ദേശ. ജീവനാഥ ദേവദേവ ഭാഗി മമ ദേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മോദമോടെ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മോദമോടെ. വൃക്ഷസസ്യാദികൾക്കെല്ലാം ഭംഗിയെ നൽകുന്ന വൃക്ഷസസ്യാദികൾക്കെല്ലാം ഭംഗിയെ നൽകുന്ന അക്ഷയനം ദേവദേവ ഭാഗി മമ ദേശ. അക്ഷയനം ദേവദേവ ഭാഗി മമ ദേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മോദമോടെ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മോദമോടെ. സ്വർഗത്തിലും ഭൂമിയിലും സർവലോകത്തിലും സ്വർഗത്തിലും ഭൂമിയിലും സർവലോകത്തിലും സ്തോത്രത്തിനു യോഗ്യനായ കീർത്തിതൻ മഹേശ. സ്തോത്രത്തിനു യോഗ്യനായ കീർത്തിതൻ മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മോദമോടെ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മോദമോടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങളെ ആസ്പദമാക്കി അറിയാതെ ഭജിച്ചു പോയ ഫലം എന്നുള്ളൊരു വിഷയമാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യവർഗത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നമുക്കറിയുവാനിടയാകുന്നത് ദൈവജനത്തിൽ കൂടിയാണല്ലോ. ദൈവത്തിൻ്റെ മനോമുഖരത്തിൽ നിത്യതയിൽ ഉദിച്ചു വന്ന ചിന്തയായിരുന്നു മനുഷ്യനെന്നത്. മനുഷ്യന് ഈ ഭൂമിയിൽ വേണ്ടതെല്ലാം ഒരുക്കി വെച്ച ശേഷമാണ് മനുഷ്യ സൃഷ്ടി ഉണ്ടാകുന്നത്. ഉൽപ്പത്തി 1:26 അനന്തരം ദൈവം നാം നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തുള്ള പർവ്വജാതിയന്മേലും ഭൂമിയിൽ ഇഴയായിരുന്ന എല്ലാ ഇഴജാതികളുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികളുമേലും വാഴുവീൻ എന്നവരോട് കൽപ്പിച്ചു. അനന്തരം അവരുടെ ഭക്ഷണ രീതിയെയും അതിൻ്റെ ക്രമീകരണങ്ങളെയും കുറിച്ച് അവരെ ഉപദേശിക്കുന്നു. തുടർന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. ഈ തോട്ടത്തിൻ്റെ പ്രത്യേകത മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം മറ്റു സൃഷ്ടികളെക്കാൾ സവിശേഷതയേറിയതും അത് ആദം ദമ്പതികൾക്ക് വേണ്ടി മാത്രം പ്രത്യേകമായി സൃഷ്ടിച്ചതുമായിരുന്നു. ആ തോട്ടത്തിലായിരുന്നു കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചത്. മാത്രമല്ല തോട്ടം കാപ്പാനും അവിടെ വേല ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു മനുഷ്യനെ അവിടെ ആക്കിയത്. എന്നിട്ട് മനുഷ്യനോട് പറഞ്ഞത്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. മൂലഭാഷയിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് തിന്നുന്ന നാളിൽ നീ മരണമുള്ളവനായിത്തീരും എന്നാണ്. ദൈവത്തിന് മരണമില്ലാത്തതുപോലെ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനും ഇല്ലാത്തവനായിട്ടായിരുന്നു ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ അനുസരണക്കേട് കാണിച്ചത് മൂലം ആയിരുന്നു മരണമുള്ളവനായി തീർന്നത്. ദൈവം മനുഷ്യനോട് ഈ കൽപ്പനകൾ അറിയിക്കുമ്പോൾ ഹവ്വ സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്നരുളി ചെയ്തു. ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പർവ്വജാതികളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ മനുഷ്യന് മുമ്പിൽ വരുത്തി. സകല ജീവനുള്ള ജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. ഇനി വിഷയത്തിലേക്ക് വരട്ടെ. ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവം സകലത്തിനും അധിപതിയാക്കുകയും അവയുടെ മേൽ വാഴുവാനും അധികാരം കൊടുത്ത നാൾ മുതൽ സാത്താൻ തരം നോക്കി അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ദൈവദേശമുണ്ടായിരുന്ന മനുഷ്യനെ സമീപിപ്പാൻ സാത്താൻ ഭയപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ വാരിയലിൽ നിന്ന് തക്ക തുണയായി സ്ത്രീയെ സൃഷ്ടിച്ച് മനുഷ്യന് നൽകിയത്. തരം നോക്കിയും തക്കം പാർത്തിരുന്ന സാത്താൻ ഹവ്വായെ സമീപിച്ചു, അവളെ പ്രലോഭിപ്പിച്ചു.
ദൈവത്തെ പോലെ ആകുവാനുള്ള മോഹന വാഗ്ദാനം നൽകി വിലക്കപ്പെട്ട വൃക്ഷഫലം അവൾ പറിച്ചു തിന്നു. ദൈവം നീതിമാനാകൊണ്ട് അവൾ ഭക്ഷിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല. അതിന് കാരണം ദൈവം മനുഷ്യനോടാണ് കൽപ്പിച്ചത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന്. സാത്താൻ്റെ പ്രലോഭനം മൂലം വൃക്ഷഫലം സ്ത്രീ പറിച്ചു തിന്നു. പകുതി ഭർത്താവിന് കൊടുത്തു. അതുവരെ ഭക്ഷിച്ചിട്ടില്ലാത്ത വൃക്ഷഫലം ഏതെന്നോ എവിടെ നിന്നോ എന്ന് ചോദിക്കാതെ ഇത് മനുഷ്യൻ വാങ്ങി ഭക്ഷിച്ചു. ക്ഷണത്തിൽ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു. ഇതുവരെ അവർ കണ്ണുകൊണ്ട് കണ്ടിരുന്നത് ദൈവത്തെയും ദൈവത്തിൻ്റെ സൃഷ്ടികളെയും മാത്രമായിരുന്നു. ഫലം ഭക്ഷിച്ച ശേഷം അവർക്ക് മറ്റു പലതും കണ്ടു. അവർ നഗ്നരെന്ന് കാണുകയും അത്തിയില തുന്നി അവർ നഗ്നത മറച്ചു. അതുവരെ അവർ തേജസ്സിനാൽ മറയ്ക്കപ്പെട്ടിരുന്നതിനാൽ നഗ്നത എന്തെന്ന് അറിഞ്ഞില്ല. തേജസ് നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് നഗ്നത വെളിവായി. അറിയാതെ ഫലം ഭജിച്ച ആദം ദമ്പതികൾക്ക് പറുദീസ നഷ്ടമായെങ്കിലും യേശുക്രിസ്തുവിൻ്റെ കാൽമരണത്തോട് മനുഷ്യവർഗത്തിന് വേണ്ടി അടയ്ക്കപ്പെട്ട പറുദീസ തുറന്നു. യേശുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് അവകാശപ്പെട്ടതാണ് പറുദീസ. അതിൽ എത്തപ്പെടാൻ ഏവർക്കും ദൈവം കഴിയട്ടെ. തിരുദിന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.